നമസ്കാരം. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഞെട്ടലിൽ നിന്ന് നാം ഇനിയും മുക്തരായിട്ടില്ല. അവിടെ നഷ്ടപ്പെട്ട ഉറ്റവരെ തേടി ഇപ്പോഴും അലയുന്നവരുണ്ട്. പലരുടെയും മൃതദേഹമെങ്കിലും കെട്ടിയാൽ മതി എന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവർ. നാം ഇങ്ങനെ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. അതായത് സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഉഗ്ര ശബ്ദം. മറ്റൊരു ദുരന്തം നമ്മെ കാത്തിരിക്കുന്നു എന്ന ഭീതിയിൽ നിൽക്കുന്ന മലയാളികളാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു ഉഗ്ര ശബ്ദം കേട്ടു എന്ന് നാട്ടുകാർ പറഞ്ഞത്. വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം അങ്ങനെ 4 ജില്ലകളിലാണ് ഉഗ്രശബ്ദം കേട്ടത്. രാവിലെ 10:15 പലരും അവരവരുടെ വീടുകളിലായിരുന്നു. സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്ന, അസംബ്ലി നടക്കുന്ന സമയം. അങ്ങനെ പലരും പല രീതിയിൽ അവരുടെ ജോലികളിൽ വ്യാപൃതരായിരുന്നു. ഇതിനിടെയാണ് ഉഗ്ര ശബ്ദം കേൾക്കുന്നത്. വയനാട്ടിലെ എടയ്ക്കൽ ഗുഹയുടെ താഴ്വാര പ്രദേശങ്ങളിലടക്കം ഉഗ്രശബ്ദം കേട്ടിട്ടുണ്ട്. ഭൂചലനമാണ് എന്നാണ് ആദ്യം ഏവരും തെറ്റിദ്ധരിച്ചത്. കാരണം ഉഗ്രശബ്ദം കേൾക്കുന്നു, ഒപ്പം ചെറിയൊരു പ്രകമ്പനം ഉണ്ടാകുന്നു. ഒരു 2 സെക്കൻഡ് നീണ്ടു നിന്ന പ്രകമ്പനമാണ് എന്നാണ് പറയുന്നത്. വീടുകളിലെ ഗ്ലാസുകൾ, അടുക്കി വെച്ചിരുന്ന ചെറിയ പാത്രങ്ങൾ നിലത്ത് വീണു. അതുകൊണ്ട് തന്നെ ഏവരും ഭീതിയിലാണ്ടു. കാരണം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭീതി നമ്മെ ഇനിയും വിട്ടൊഴിഞ്ഞിട്ടില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും പേടിയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഉഗ്രശബ്ദം കേൾക്കുന്നത്. പലരും ആദ്യം ഇടിമുഴക്കമാണ് എന്നാണ് കരുതിയത്. പിന്നാലെയാണ് ഇത് അങ്ങനൊരു സംഭവമല്ല, മറ്റെന്തോ ആണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത്. അങ്ങനെ അടുത്തടുത്ത വീടുകളിൽ പറയുന്നു, അവർ സമീപത്തെ സ്കൂളുകളിൽ പോയി പറയുന്നു. കുട്ടികളെ സ്കൂളുകളിലാക്കിയവർ സ്കൂളുകളിൽ വിളിച്ച് ഞങ്ങളുടെ കുട്ടികൾ സേഫ് അല്ലേ, എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ ടീച്ചറെ എന്നൊക്കെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നു. അപ്പോഴാണ് എല്ലാവരും ഈ ശബ്ദം കേട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. എന്തായാലും മുല്ലപ്പെരിയാർ അടക്കമുള്ള ആശങ്ക മലയാളികൾക്ക് മുന്നിലുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയില്ല എന്ന ഭീതിയോടുകൂടി ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഉത്തരം ലഭിച്ചേ മതിയാകൂ. ഇതൊരു വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ സൂചനയാണോ, മുന്നറിയിപ്പാണോ? ഇതെല്ലാം തന്നെ ജിയോളജിസ്റ്റായ ഡോക്ടർ ശരവണകുമാർ വിശദീകരിക്കുകയാണ്. ഇത് സോയിൽ പൈപ്പിംഗ് എന്ന് പറയും. ഭൂമിയിലുള്ള ഒരു പ്രതിഭാസമാണ്. സോയിൽ പൈപ്പിംഗ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡിംഗ്, ഉരുൾപൊട്ടൽ. തേർഡ് സ്റ്റേജ് ആണ് ഭൂകമ്പം. ഈ 3 പ്രോസസ്സും കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ വയനാട്ടിൽ ഇപ്പൊ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതും വലിയ ഭൂകമ്പങ്ങൾ സംഭവിക്കുമോ എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ, അങ്ങനെ വലിയ ഭൂകമ്പം സംഭവിക്കാനുള്ള സ്ഥലമല്ല വയനാട്. വയനാട്ടിലുള്ള ഈ പ്രകമ്പനം, ഭൂമിയുടെ ഉള്ളിൽ ഇപ്പൊ സംഭവിച്ച പ്രകമ്പനം എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള വേറെ ഭൂകമ്പങ്ങൾക്കുള്ള ട്രാവലിംഗ് ട്രമേഴ്സ്, സഞ്ചരിക്കുന്ന ചലനങ്ങളാണ്. പുഴകൾ എന്ന് വെച്ചാൽ ഇപ്പൊ ചാലിയാർ പുഴയുണ്ട്, അവിടെ തന്നെ പാണ്ടിയാർ, പുന്നപ്പുഴ, ഇങ്ങനെ കുറെ പുഴകളുണ്ട്. പുഴകൾ എന്ന് വെച്ചാൽ ഫ്രാക്ചർ ലൈൻ ആണ്. ഓൺ ദി ബേസിസ് ഓഫ് സയൻസ് ഈ ഫ്രാക്ചർ ലൈനുകൾ ഇത്രയും മഴയിൽ അകന്നിട്ടുണ്ടാകാം. ഈ ഫ്രാക്ചർ ലൈനുകൾ കണക്റ്റഡ് ആണ്. ഈ ട്രാവലിംഗ് ട്രമ്മർ എന്ന് പറയുന്നത് വയനാട്ടിലുള്ള ഫാൾട്ട് ലൈൻ എന്ന് പറയുന്നത് ടെക്ടോണിക് പ്ലേറ്റ് പോലെ നമ്മുടെ തെക്കേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്ലേറ്റ് ബൗണ്ടറീസ്, ഇത് കണക്റ്റഡ് ആയിട്ടുള്ള തരംഗങ്ങളാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. ഈ ചലനം, ഉള്ളിലുള്ള ഈ പ്രകമ്പനങ്ങൾ വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കും എന്ന് കരുതേണ്ടതില്ല. പക്ഷേ ഈ ചലനം നമ്മളെ നയിക്കുന്നത് കോഴിക്കോടായിരിക്കാം, പാലക്കാട്ടിലേക്കായിരിക്കാം, ഊട്ടി വഴി കോയമ്പത്തൂരിലേക്കായിരിക്കാം. കാരണം ട്രാവലിംഗ് ട്രമേഴ്സ്, സഞ്ചരിക്കുന്ന ചലനങ്ങളാണ് ഇപ്പോ അവിടെ സംഭവിച്ചത്. ഒറ്റ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉൾപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭൂകമ്പം സംഭവിച്ചിട്ടുള്ളത് തെക്കേ ഇന്ത്യയിൽ തന്നെ ചിറ്റൂർ, നല്ലേപ്പിള്ളി, പാലക്കാടാണ്. റിക്ടർ സ്കെയിൽ 6.4. 1900 ഫെബ്രുവരി 8 പുലർച്ചെ 3:11 ആ ഭൂകമ്പം. കുന്നൂർ, ഊട്ടി, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം എന്നീ പ്രദേശങ്ങളിലെല്ലാം അതിന്റെ പ്രത്യാഘാതം അനുഭവപ്പെട്ടു. 25,000 ചതുരശ്ര കിലോമീറ്റർ. എന്ന് വെച്ചാൽ ഇപ്പൊ വയനാട്ടിൽ സംഭവിച്ചത് പഴയ പ്രഭവ കേന്ദ്രം ചിറ്റൂർ, നല്ലേപ്പിള്ളി, കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള ഈ പഴയ പ്രഭവ കേന്ദ്രത്തെ ഉന്നം വെച്ചുള്ള സഞ്ചരിക്കുന്ന ചലനമായിരിക്കും. അതാണ് അതിന്റെ ശാസ്ത്രവശം, അതാണ് അതിന്റെ പ്രകൃതി വശം. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനകീയ സർക്കാരുകളുടെ ആദ്യത്തെ കടമ എന്നുള്ളത് ജനങ്ങളുടെ ജീവന സുരക്ഷ നൽകുന്നതാണ്. ഏത് സർക്കാരാണെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുകയാണെങ്കിലും, ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ് സുരക്ഷാ മുൻകരുതലുകൾക്കായി പറഞ്ഞാൽ ഇവർക്ക് പണിയില്ല, വെറുതെ ആവശ്യമില്ലാതെ പേടിപ്പെടുത്തുന്നു എന്ന് പറയും. പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞിരിക്കാമല്ലോ, എന്തെങ്കിലും ചെയ്തിരിക്കുമല്ലോ, ഇത്രയും ടെക്നോളജി വളർന്നല്ലോ, എന്ത് ചെയ്യാത്തത് എന്നും പറയും. അതുകൊണ്ട് ഇവിടെ മുൻകരുതൽ സുരക്ഷ എന്നുള്ളത്
the right to know the right information at the right time. It's everyone's right. ഈ ഭൂമിയിൽ ഇവിടെ ഭരിക്കുന്നവരാകട്ടെ ശാസ്ത്രലോകമാകട്ടെ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓരോ പൗരനും അറിയിക്കേണ്ടത് ആദ്യത്തെ തലയായ കടമയാണ്. ഇതെന്ന് പോലും അറിയാതെ വയനാട്ടിൽ മരിച്ചുപോയവർക്ക് അതുപോലെ ഇനിയും മരിക്കാൻ പാടില്ല. ഇപ്പൊ മരിച്ചവരെല്ലാം തന്നിട്ടുള്ള സന്ദേശമാണത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഓരോ പൗരനും അറിയിക്കേണ്ട കടമ. അത് പേടിക്കുമെന്ന് പറഞ്ഞ് അറിയിക്കാതിരിക്കാൻ പാടില്ല, അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ അതൊരു കടമയാണ്. അമ്പലത്തുമല എന്ന പ്രദേശത്ത് ഇപ്പോൾ ഭൂഗർഭ ജല വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. ഇവരുടെ മറുപടി ലഭിച്ച ശേഷമായിരിക്കും ഇതെന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലടക്കം, അതായത് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തടക്കം ഇത്തരത്തിലൊരു പ്രകമ്പനം ഉണ്ടായി എന്നത് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതായത് ഭൂചലനമല്ല എന്ന് ഉറപ്പിക്കുമ്പോഴും അത് പ്രകമ്പനമാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ അമ്പലത്തുമല എന്ന് പറയുന്ന പ്രദേശം 2018 ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇക്കാര്യത്തിൽ നല്ല ആശങ്കയുണ്ട്. ഇടയ്ക്കിടെ ഇത്തരത്തിൽ പ്രകമ്പനം പ്രദേശത്ത് അനുഭവപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത്. മറ്റൊരു സാധ്യതയെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ബാക്കി പത്രമായിരിക്കാം. അതായത് മണ്ണ് അമർന്നിരിക്കുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് മണ്ണ് ചെളി നിറഞ്ഞ് അമർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മണ്ണ് റിലാക്സ് ചെയ്യുന്ന ഒരു പ്രതിഭാസമായിരിക്കാം എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇതിനെല്ലാം തന്നെ വിദഗ്ധർ മറുപടി നൽകേണ്ടിയിരിക്കുന്നു. ഭൗമശാസ്ത്രജ്ഞർ വിഷയം പരിശോധിക്കുന്നുണ്ട്. ഈ സമയത്ത് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംഘം വയനാട്ടിലുണ്ടായിരുന്നു. അവിടെ മീറ്റിംഗ് നടക്കുകയായിരുന്നു. ഇതെല്ലാം നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പ്രകമ്പനം അനുഭവപ്പെടുന്നത്. എന്തായാലും ഉടനടി ജനങ്ങൾക്ക് ഈ ആശങ്ക മാറ്റുക എന്നതാണ്. എന്താണ് സംഭവിച്ചത് എന്നത് ജനങ്ങൾക്ക് അറിയണം. ജനങ്ങളുടെ ആശങ്ക എത്രയും വേഗം ഒഴിവാക്കി കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് അവരുടെ കാത്തിരിപ്പ്.